കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലെ പ്രകാശത്തെ അടിസ്ഥാനപ്പെടുത്തി ഫോട്ടോവോൾട്ടൈക് സെല്ലിനായി എങ്ങനെ IV കർവ് പ്ലോട്ട് ചെയ്യാമെന്നാണ് ഈ സെഷനിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഈ സെഷൻ്റെ അവസാനത്തോടെ ഫോട്ടോവോൾട്ടൈക് സെല്ലിനായുള്ള IV കർവ്, സോളാർ സിമുലേറ്റർ എക്യുപ്മെൻറ്റുകൾ, സോളാർ സെല്ലിൻ്റെ പ്രത്യേകതകൾ, പ്രകാശത്തിൻ്റെയും ലോഡിൻ്റെയും വ്യതിയാനങ്ങൾ, PV സെല്ലിൻ്റെ IV ക്യാരക്ടറിസ്റ്റിക്സ് എന്നിവ സംബന്ധിച്ച് നിങ്ങൾക്ക് വ്യക്തത കൈവരും. ഫോട്ടോവോൾട്ടൈക് സെല്ലിൻ്റെ IV കർവുകൾ പഠിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഫോട്ടോവോൾട്ടൈക് സെൽ, മൊഡ്യൂൾ അല്ലെങ്കിൽ അറേ ഇവയിലെ കറണ്ടിൻ്റെയും വോൾട്ടേജിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സോളാർ IV ക്യാരക്ടറിസ്റ്റിക് കർവുകളിൽ കാണാൻ സാധിക്കുക. സോളാർ എനർജി കൺവേർട്ട് ചെയ്യാനുള്ള കഴിവും എഫിഷ്യൻസിയും സംബന്ധിച്ച വിശദമായ വിവരണം ഇത് നൽകുന്നു. ഒരു സോളാർ സെല്ലിൻ്റെ അല്ലെങ്കിൽ പാനലിൻ്റെ ഇലക്ട്രിക്കൽ IV ക്യാരക്ടറിസ്റ്റിക്സ് പ്രധാനമായും മനസ്സിലാക്കുന്നത് ഡിവൈസിൽ ഔട്ട്പുട്ട് പെർഫോമൻസും സോളാർ എഫിഷ്യൻസിയും നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഫോട്ടോവോൾട്ടൈക് സോളാർ സെല്ലുകൾ സൺലൈറ്റിനെ നേരിട്ട് ഇലക്ട്രിസിറ്റിയാക്കി മാറ്റുന്നു. സാധാരണ അവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ഒരു സിലിക്കൺ PV സെല്ലിന്റെ കറന്റ് വോൾട്ടേജ് ക്യാരക്ടറിസ്റ്റിക് ഗ്രാഫ് ആണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഒരു സിംഗിൾ സോളാർ സെല്ല് അല്ലെങ്കിൽ പാനൽ നൽകുന്ന പവർ എന്നത് അതിന്റെ ഔട്ട്പുട്ട് കറണ്ടിന്റെയും വോൾട്ടേജിന്റെയും പ്രൊഡക്റ്റ് ആണ്. ഷോർട്ട് സർക്യൂട്ട് മുതൽ ഓപ്പൺ സർക്യൂട്ട് വരെയുള്ള എല്ലാ വോൾട്ടേജുകളും പോയിന്റ് ടു പോയിന്റ് ഗുണിച്ചാൽ തന്നിരിക്കുന്ന റേഡിയേഷൻ ലെവലിന്റെ പവർ കർവ് ലഭിക്കും. സോളാർ സെൽ ഓപ്പൺ സർക്യൂട്ട് ഒരു ലോഡുമായി കണക്ട് ചെയ്യാതിരിക്കുമ്പോൾ അതിലെ കറണ്ട് ഏറ്റവും കുറവും വോൾട്ടേജ് ഏറ്റവും ഉയർന്നതുമായിരിക്കും. സോളാർ സെൽ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ VOC എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതുപോലെ സോളാർ സെൽ ഷോർട്ട് സർക്യൂട്ടഡ് ആകുമ്പോൾ, അതായത് പോസിറ്റീവ് നെഗറ്റീവ് ലീഡുകൾ ഒന്നിച്ച് കണക്ട് ചെയ്യുമ്പോൾ സെല്ലിലെ വോൾട്ടേജ് ഏറ്റവും കുറവും കറണ്ട് ഫ്ലോ ഏറ്റവും കൂടുതലുമാകുന്നു. ഇതിനെ സോളാർ സെൽ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് അല്ലെങ്കിൽ ISC എന്ന് വിളിക്കുന്നു. സോളാർ പാനലിന്റെ IV കർവ് നോക്കാം. സോളാർ അറേയുടെ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ PV പാനലുകൾ വയർ ചെയ്യുകയോ സീരീസ് അല്ലെങ്കിൽ പാരലൽ കോമ്പിനേഷനിൽ ഒന്നിച്ച് കണക്ട് ചെയ്യുകയോ ചെയ്യാം. അറേ പാനലുകൾ സീരീസ് അഥവാ ശ്രേണിയായി ഒന്നിച്ച് കണക്ട് ചെയ്യുന്ന കോമ്പിനേഷനിൽ വോൾട്ടേജ് വർദ്ധിക്കുകയും പാരലൽ അഥവാ സമാന്തരമായി കണക്ട് ചെയ്യുന്നതിൽ കറണ്ട് വർദ്ധിക്കുകയും ചെയ്യുന്നു. വ്യത്യസ്ത ഫോട്ടോവോൾട്ടൈക് കോമ്പിനേഷനുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിക് പവർ വാട്ട്സിൽ വോൾട്ടേജും കറണ്ടും ഗുണിച്ചാൽ കിട്ടുന്ന തുകയായിരിക്കും. എന്നാലും സോളാർ പാനലുകൾ ഒരുമിച്ച് കണക്ട് ചെയ്തിരിക്കുന്നതിനാൽ അപ്പർ റൈറ്റ് ഹാൻഡ് കോർണർ എല്ലായ്പ്പോഴും അറേയുടെ മാക്സിമം പവർ പോയിന്റ് ആയിരിക്കും. ഒരു ലൈറ്റ് സോഴ്സ് സോളാർ സിമുലേറ്റർ നാച്ചുറൽ സൺലൈറ്റുമായി ഇതിന് കൃത്യമായ സാമ്യതകളുണ്ട്. സ്പെക്ട്രൽ ഡിസ്ട്രിബ്യൂഷനിലും ഇന്റൻസിറ്റിയിലുമൊക്കെ ഇത് കാണാനാകും. ഇവയെ ആർട്ടിഫിഷ്യൽ സൺ എന്നും സൺലൈറ്റ് സിമുലേറ്ററുകൾ എന്നും വിളിക്കാറുണ്ട്. സൂര്യന്റെ സോളാർ സ്പെക്ട്രത്തിന് സമാനമായി പ്രവർത്തിക്കുന്നതിന് സോളാർ സിമുലേറ്ററിന് പ്രത്യേക എയർമാസ് ഫിൽട്ടറുകളും ലാമ്പുകളുമുണ്ട്. ലാബോറട്ടറികളിൽ ഫോട്ടോ സെൻസിറ്റീവ് പ്രോസസ് അല്ലെങ്കിൽ വ്യത്യസ്ത മെറ്റീരിയലുകൾ എന്നിവ ടെസ്റ്റ് ചെയ്യുന്നതിന് കൺസിസ്റ്റന്റും കൺട്രോളബിളുമായ ലൈറ്റ് സോഴ്സായി സോളാർ സിമുലേറ്ററുകൾ ഉപയോഗിക്കുന്നു. നിങ്ങൾ ഇവിടെ പഠിച്ച കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാനുള്ള സമയമാണ് ഇനി. ഇതിനായി നിങ്ങൾക്ക് ഒരു സോളാർ എനർജി മീറ്റർ, സോളാർ സിമുലേറ്റർ എന്നീ എക്യുപ്മെന്റുകളും ആവശ്യമാണ്. ലാബിലെ എക്യുപ്മെന്റുകളും സോളാർ സിമുലേറ്ററുകളും മനസ്സിലാക്കുക എന്നതാണ് നിങ്ങളുടെ ആദ്യത്തെ കടമ. PV സെല്ലിന്റെ IV ക്യാരക്ടറിസ്റ്റിക് പഠിക്കാൻ ലാബിൽ ലഭ്യമായ എക്യുപ്മെന്റുകൾ നോക്കാം. എക്യുപ്മെന്റുകൾക്കൊപ്പം നൽകിയ മാനുവൽ പരിശോധിച്ച് അവയുടെ ഉപയോഗവും വ്യത്യസ്ത കൺട്രോളിംഗ് സംവിധാനങ്ങളും പഠിക്കാം. ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും എന്തൊക്കെയാണെന്ന് പഠിക്കാം. സോളാർ ലൈറ്റ് പ്രോപ്പർട്ടികളുടെ സഹായത്തോടെ സിമുലേറ്ററുകൾ പരിചിതമാക്കുക. ഓർക്കുക, ഉൾവശത്തുള്ള ടെക്നിക്കൽ സർക്യൂട്ടും അതിന്റെ പ്രവർത്തനവും PV സെല്ലിനെ കുറിച്ചുള്ള പഠനത്തിന് ആവശ്യമില്ല. സോളാർ സിമുലേറ്ററിൽ പൊതുവായ സവിശേഷതകളാണ്: സൂര്യന് സമാനമായി പ്രകാശിക്കുക. ഒരു കൂട്ടം ലാമ്പുകളെ ഇവിടെ ലൈറ്റ് സോഴ്സ് ആയി ഉപയോഗിക്കുന്നു. സൂര്യന്റെ ഹീറ്റ് റേഡിയേഷൻ സിമുലേറ്റ് ചെയ്യാൻ ഒരു ഇലക്ട്രിക്കൽ ഹോട്ട് പ്ലേറ്റ് ഉപയോഗിക്കുന്നു. ലാമ്പുകളുടെ ഇൻഡിവിജ്വൽ കൺട്രോളിലൂടെ സൂര്യന്റെ കിഴക്ക് പടിഞ്ഞാറ് ചലനത്തെ സിമുലേറ്റ് ചെയ്യുന്നു. ലാമ്പുകളുടെ ഇന്റൻസിറ്റി കൺട്രോൾ ചെയ്ത് സോളാർ റേഡിയേഷനിലെ വേരിയേഷന് സമാനമായി പ്രവർത്തിക്കുന്നു. ഹോട്ട് പ്ലേറ്റ് സൃഷ്ടിക്കുന്ന ഹീറ്റ് കൺട്രോൾ ചെയ്ത് ടെമ്പറേച്ചറിലെ വേരിയേഷൻ സിമുലേറ്റ് ചെയ്യുന്നു. സോളാർ PV സെല്ലിന്റെ പൊസിഷൻ ലാമ്പുകൾ ഫേസ് ചെയ്യുന്ന ഹോട്ട് പ്ലേറ്റിന് മുകളിലായിരിക്കണം.
ആക്ച്വൽ ലോഡ് കണ്ടീഷൻ സൂചിപ്പിക്കുന്നതിന് സോളാർ PV സെല്ലിന്റെ ടെർമിനലുകളിൽ വേരിയബിൾ റെസിസ്റ്റീവ് ലോഡ് ആവശ്യമാണ്. മുൻവശത്ത് ഒരു കൂട്ടം ഡിജിറ്റൽ വോൾട്ട് മീറ്ററും അമ്മീറ്ററും അത്യാവശ്യമാണ്. ഇന്റൻസിറ്റിയും ഹീറ്റും സ്വതന്ത്രമായി നിയന്ത്രിക്കാൻ സാധിക്കണം. സോളാർ സെല്ലിന്റെ ക്യാരക്ടറിസ്റ്റിക്കുകൾ, വോൾട്ടേജ്, കറണ്ട് എന്നിവ പഠിക്കുക എന്നതാണ് നിങ്ങളുടെ രണ്ടാമത്തെ കടമ. ഇതിനായി ഒരു സോളാർ സിമുലേഷൻ ലാബ് ആവശ്യമാണ്. സോളാർ സിമുലേറ്റർ എക്യുപ്മെന്റ് മെയിൻ പവർ സപ്ലൈയുമായി കണക്ട് ചെയ്ത ശേഷം സ്വിച്ച് ഓൺ ചെയ്യുക. ഫുൾ ഇന്റൻസിറ്റിയിൽ പ്രകാശം ലഭിക്കുന്നതിന് ലാമ്പിന്റെ ഇന്റൻസിറ്റി കൺട്രോൾ റോട്ടറി സ്വിച്ചുകൾ മാക്സിമം പൊസിഷനിൽ വെക്കുക. സോളാർ എനർജി മീറ്റർ ഉപയോഗിച്ച് ഇന്റൻസിറ്റി അളന്ന് വാല്യൂ രേഖപ്പെടുത്തുക. നോ ലോഡ് കണ്ടീഷൻ സിമുലേറ്റ് ചെയ്യുന്നതിന് നൽകിയിരിക്കുന്ന വേരിയബിൾ റെസിസ്റ്റർ ലോഡ് ഉയർന്ന തോതിൽ സെറ്റ് ചെയ്യുക. ഡിസ്പ്ലേയിൽ കാണുന്ന നോ ലോഡ് കണ്ടീഷനിൽ സോളാർ സെല്ലിന്റെ വോൾട്ടേജും കറണ്ടും അളന്ന് രേഖപ്പെടുത്തുക. വോൾട്ട് മീറ്റർ ഡിസ്പ്ലേയിൽ കാണുന്ന വോൾട്ടേജ് ആണ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. ലോഡ് ക്രമാനുഗതമായി താഴേക്ക് കൊണ്ടുവരിക. ഇതേസമയം VI റീഡിങ്ങുകൾ അളന്ന് രേഖപ്പെടുത്തുക. ലോഡിന്റെ മിനിമം പൊസിഷൻ PV സെല്ലിലെ ഷോർട്ട് സർക്യൂട്ടിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കറണ്ട് ഏറ്റവും ഉയർന്നതായിരിക്കും. ഇതാണ് സോളാർ PV സെല്ലിന്റെ ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. നിശ്ചിത ഇന്റൻസിറ്റിയിൽ സോളാർ PV സെല്ലിന്റെ VI കർവ് ലഭിക്കുന്നതിന് രേഖപ്പെടുത്തിയ VI വാല്യൂസ് ഉപയോഗിച്ച് പാത്ത് ഓഫ് കർവ് പ്ലോട്ട് ചെയ്യുക. വേരിയിങ് ലോഡ് കണ്ടീഷനിലും ലൈറ്റ് ഇന്റൻസിറ്റിയിലും സോളാർ സെല്ലിന്റെ വോൾട്ടേജ്, കറന്റ് ക്യാരക്ടറിസ്റ്റിക്കുകൾ പഠിക്കുക എന്നതാണ് നിങ്ങളുടെ അവസാനത്തെ ജോലി. ഇതിനായി സോളാർ സിമുലേറ്റർ എക്യുപ്മെന്റുകൾ ആവശ്യമാണ്. സോളാർ സിമുലേറ്റർ എക്യുപ്മെന്റ് മെയിൻ പവർ സപ്ലൈയുമായി കണക്ട് ചെയ്ത ശേഷം സ്വിച്ച് ഓൺ ചെയ്യുക. ഫുൾ ഇന്റൻസിറ്റിയിൽ ലൈറ്റ് ലഭിക്കുന്നതിന് ലാമ്പിന്റെ ഇന്റൻസിറ്റി കൺട്രോൾ റോട്ടറി സ്വിച്ചുകൾ മാക്സിമം പൊസിഷനിൽ വെക്കുക. സോളാർ എനർജി മീറ്റർ ഉപയോഗിച്ച ഇന്റൻസിറ്റി അളന്ന് വാല്യൂ രേഖപ്പെടുത്തുക. നോ ലോഡ് കണ്ടീഷൻ സിമുലേറ്റ് ചെയ്യുന്നതിന് നൽകിയിരിക്കുന്ന വേരിയബിൾ റെസിസ്റ്റർ ലോഡ് ഉയർന്ന തോതിൽ സെറ്റ് ചെയ്യുക. ഡിസ്പ്ലേയിൽ കാണുന്ന നോ ലോഡ് കണ്ടീഷനിൽ സോളാർ സെല്ലിന്റെ വോൾട്ടേജും കറണ്ടും അളന്ന് രേഖപ്പെടുത്തുക. വോൾട്ട് മീറ്റർ ഡിസ്പ്ലേയിൽ കാണുന്ന വോൾട്ടേജ് ആണ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. ലോഡ് ക്രമാനുഗതമായി താഴേക്ക് കൊണ്ടുവരിക. ഇതേസമയം VI റീഡിങ്ങുകൾ അളന്ന് രേഖപ്പെടുത്തുക. ലോഡിന്റെ മിനിമം പൊസിഷൻ PV സെല്ലിലെ ഷോർട്ട് സർക്യൂട്ടിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കറണ്ട് ഏറ്റവും ഉയർന്നതായിരിക്കും. ഇതാണ് സോളാർ PV സെല്ലിന്റെ ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. വ്യത്യസ്ത ലൈറ്റ് ഇന്റൻസിറ്റി ഇത് ആവർത്തിക്കുക. ഓരോ സെറ്റ് നിരീക്ഷണങ്ങളും ഉപയോഗിച്ച് ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ സോളാർ PV സെല്ലിന്റെ VI കർവ് ലഭിക്കുന്നതാണ്. സ്ഥിര താപനിലയിലെ പ്രകാശത്തെ അടിസ്ഥാനപ്പെടുത്തി ഫോട്ടോവോൾട്ടൈക് സെല്ലിനായി IV കർവ് പ്ലോട്ട് ചെയ്യുന്നതാണ് ഈ സെഷനിലൂടെ നമ്മൾ പഠിച്ചത്. സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഫോട്ടോവോൾട്ടൈക് സെല്ലിനായുള്ള IV കർവ്, സോളാർ സിമുലേറ്റർ എക്യുപ്മെൻറ്റുകൾ, സോളാർ സെല്ലിൻ്റെ പ്രത്യേകതകൾ, പ്രകാശത്തിൻ്റെയും ലോഡിൻ്റെയും വ്യതിയാനങ്ങളിൽ PV സെല്ലിൻ്റെ IV ക്യാരക്ടറിസ്റ്റിക്സ് എന്നിവ സംബന്ധിച്ച് കൃത്യമായ ധാരണ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് കരുതുന്നു.